ഹലോ, പേരെന്തായിരുന്നു? യതീഷ് ബാബു. എവിടെ സ്ഥലം? ഫറോക്ക്. ഫറോക്ക്. ഇതിപ്പോ നിങ്ങളെ സ്വന്തം വണ്ടിയാണോ അല്ലെ വാടക കൂടെയാണോ വണ്ടി? വാടക വണ്ടിയാ. വാടക വണ്ടിയാ. നേരത്തെ ഇതല്ലല്ലോ വണ്ടി, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ടൗണില്. വേറെ വണ്ടി ഉണ്ടായിരുന്നോ? വേറെ വണ്ടി ഉണ്ടായിരുന്നു. അത് സ്വന്തം വണ്ടിയായിരുന്നോ വാടക വണ്ടിയായിരുന്നോ? സ്വന്തം വണ്ടി. സാധാരണ എല്ലാരും വാടക വണ്ടിയിൽ നിന്ന് സ്വന്തം വണ്ടിയിലേക്ക് പോലെ, നിങ്ങളെന്താ സ്വന്തം വണ്ടിയിൽ നിന്ന് വാടക വണ്ടിയിലേക്ക് വന്നത്? ആ വണ്ടി ചെറിയ കംപ്ലൈന്റ് വന്ന് വീട്ടിൽ കിടക്കുക. അത് ഏതായിരുന്നു വണ്ടി എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ട്രിയോ മണ്ണ്. എന്തൊക്കെ കംപ്ലൈന്റാ വന്നത്? ഹൗസിങ്ങിനൊരു ചെറിയ കംപ്ലൈന്റ്. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ? 86,000 കിലോമീറ്റർ. 86,000 കിലോമീറ്റർ. ചാർജറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു നിങ്ങളെ വണ്ടിക്ക്? ചാർജറിന് ആദ്യമൊക്കെ ചാർജറിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം കംപ്ലൈന്റ് വന്നിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് ഉണ്ട്. എണ്ണാനറിയില്ല. എണ്ണാനറിയില്ല. അന്നത്തെ ആ സമയത്ത് എണ്ണാനുള്ള ഇതില്ലേ. എന്താ വെച്ചാല് കൊറോണന്റെ സമയം. അപ്പൊ എത്ര പ്രാവശ്യം പോയിക്കണെന്നുള്ളത് അന്നത്തെ ഇതിൽ അറിയില്ല. പിന്നെ വേറെന്തൊക്കെ കംപ്ലൈന്റ് വന്നിരുന്നോ? EC പോയില്. അതിനൊക്കെ പിന്നെ കമ്പനി കോമ്പൻസേഷൻ തന്നിട്ടുണ്ട്. എത്ര രൂപ കമ്പനി കോമ്പൻസേഷൻ തന്നു? 500 റുപ്യ വെച്ച്. എത്ര രൂപ കിട്ടി? എനിക്ക് 12 റുപ്യ വരെ കിട്ടി. 12,000 രൂപ. 12,000 കിട്ടിക്കണ്, ഒരു 7,000 കിട്ടിക്കണ്, അങ്ങനെ കിട്ടി. ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ കമ്പനി? ഇപ്പൊ എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഇപ്പൊ എന്തുകൊണ്ടാ വണ്ടി നന്നാക്കാത്ത? എത്ര രൂപ ചെലവ് വരും വണ്ടി നന്നാക്കാന്? വണ്ടി നന്നാക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വരും. ഒരുപാട് പൈസ വരും. കമ്പനി എന്താ പറയുന്നത്? കമ്പനി തിരിച്ചെടുത്തോളാറുണ്ട്. വണ്ടി കമ്പനി തിരിച്ചെടുത്തോളാം. കമ്പനി തിരിച്ചെടുത്ത് വേറെ വണ്ടി തരാറുണ്ട്. ഈ എങ്ങനെ തിരിച്ചെടുത്തോളാം എന്നാ പറഞ്ഞത്? വണ്ടിന്റെ മുഴുവൻ പൈസയും തന്നിട്ട് തിരിച്ചെടുത്തോളാം എന്നാണോ? അല്ലെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് വേറെ വണ്ടി തരും. ഫൈനാൻസ് അടക്കണം. അപ്പൊ വണ്ടിക്ക്, അപ്പൊ നിങ്ങളെ വണ്ടിക്ക് എത്ര വില കാണുന്ന പറഞ്ഞേ? 70 റുപ്യ വേണം. 70,000 രൂപ. പുതിയ വണ്ടിക്ക് എന്ത് വില ഉണ്ട്? പുതിയ വണ്ടിക്ക് 3,70,000. 3,70,000-80,000 ഉള്ളില്. ഓക്കെ. അപ്പൊ 3 ലക്ഷം നിങ്ങൾ അടവടക്കേണ്ടി വരും. അപ്പൊ 3 ലക്ഷം അടവടക്കേണ്ടി. അപ്പൊ എത്ര വർഷം പഴക്കമുള്ള വണ്ടി ഞങ്ങളെ വണ്ടി? എന്റെ വണ്ടി ഒരു 3-4 വർഷം. 3 വർഷം അല്ലെ 4 വർഷം? 3 വർഷം. 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷമായ വണ്ടിയാ. 3.5 വർഷം ആകുമ്പോഴേക്കും 3 ലക്ഷം റുപ്യ. ഓരോ കൊല്ലത്തിന് 1 ലക്ഷം റുപ്യ വെച്ചിട്ടാണ് കമ്പനി കുറയ്ക്കുന്നത് വണ്ടിക്ക് മാർക്കറ്റ്? എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണോ ഒരു കണക്ക്. അപ്പോ ഓരോ വണ്ടിക്ക് ഓരോന്നെ വില കാണുന്നില്ല. ഓരോ വണ്ടിക്ക് ഒരു വില കാണുന്ന പറഞ്ഞാൽ പല ടൈപ്പിലാണ് ഒരു വില കാണുന്നത്. വണ്ടി ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് 70 മുതൽ 75 വരെ കിട്ടും. അത് അവിടുന്ന് ഓടാത്ത വണ്ടിയാണെങ്കിൽ അത് 60ലേക്ക് മാറും. അങ്ങനെ. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഇനിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി പ്രിഫർ ചെയ്യും? ഞാനൊരു ചോയ്സ് പറയാണ്. ഇലക്ട്രിക്, CNG, അതേപോലെ ഡീസൽ. ഇതിലേത് ഓപ്ഷനാ കൊടുക്കുക? എന്തായാലും ഇപ്പം മഹീന്ദ്രനോട് ഇപ്പൊ വലിയൊരു ഇത് പോരാ. അതന്നെ വേറെ ഏതാ വണ്ടിയെ കാണാൻ നോക്കാം. വേറെ ഏതാ വണ്ടിയാണെ ആളെടുത്തോട്ടെ. നോക്കാം.